മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിൽ ശനി, 12ൽ രാഹു, 6ൽ കേതു, ജന്മത്തിൽ വ്യാഴം. പിന്നെ തൊട്ടടുത്ത ദിവസം 15-ാം തീയതി 10ാം ഭാവത്തിലേക്ക് സൂര്യൻ പോകും. ഇപ്പോൾ 9 നിൽക്കുന്ന സൂര്യൻ 10ലേക്ക് പോകും. ഈ ആഴ്ചയുടെ അവസാനത്തോടു കൂടി ശുക്രൻ 9ലേക്ക് വരും. ബുധൻ ഇപ്പോൾ 9ലാണ് നിൽക്കുന്നത്, ചൊവ്വയും 9ലാണ്. ഇതാണ് അവരുടെ ഗ്രഹങ്ങളുടെ ഒരു വിന്യാസം. ഈ ഒരാഴ്ചയുടെ ഫലം നോക്കുമ്പോൾ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 4ാം ഭാവാധിപൻ ആദ്യം നിൽക്കുന്നത് 11ലും പിന്നെ 12ലും പിന്നെ ജന്മത്തിലും ഒടുവിൽ 2ാം ഭാവത്തിലും പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഴ്ചയുടെ തുടക്കം ഇവർക്ക് സാമ്പത്തികമായ ഒരു നേട്ടത്തെ സമ്മാനിക്കുന്ന ഒരാഴ്ചയായിട്ട് വേണം കാണാൻ. പ്രത്യേകിച്ചും 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഇഷ്ട രംഗത്തു നിന്ന് അവർക്ക് ധനത്തെ സമ്മാനിക്കും, ഇഷ്ട വ്യക്തികളിൽ നിന്ന് ധനത്തെ സമ്മാനിക്കും, യാത്ര കൊണ്ട് ധനം കിട്ടും, അവരുടെ പ്രണയ സാഫല്യമോ അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യമോ സഫലീകരിക്കപ്പെടും. ഇങ്ങനെ പൊതുവെ ഗുണകരമായ ഒരു അവസ്ഥയാണ് മേടം രാശിക്കാർക്ക് അല്ലെങ്കിൽ മേടക്കൂറുകാർക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ അനുഭവപ്പെടുക. എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ 2-3 ദിവസങ്ങൾ ചിലവ് വർദ്ധിച്ചിരിക്കാനും ചിലപ്പോൾ ശാരീരികമായ ചെറിയ ആവശ്യതയുണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തുടക്കത്തിൽ പണം നല്ലവണ്ണം കിട്ടുകയും ജോലി സംബന്ധമായ അല്ലെങ്കിൽ പ്രവർത്തന സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശുഷ്കാന്തി ഉണ്ടാവുകയും പ്രവർത്തന വിജയം ഉണ്ടാവുകയും യാത്രാഗുണം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ 2-3 ദിവസങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ചിലവ് കാണുന്നുണ്ട്. അതൊരു പക്ഷേ സ്വന്തം ശാരീരികമായ അവശത കൊണ്ടാകാം, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്കോ മറ്റു സുഹൃത്തുക്കൾക്കോ കടം കൊടുക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ചില അവശതകളിൽ നാം പങ്കാളിയാവുന്നത് കൊണ്ടൊക്കെ ആവാം. ഏതായാലും പൊതുവെ ഗുണകരമാണ്. സാമ്പത്തികമായും അതുപോലെ പ്രവർത്തനപരമായും ഉദ്ദേശലക്ഷ്യങ്ങളുടെ കാര്യങ്ങളിലും ഗുണകരമാണ്. ആഴ്ചയുടെ അവസാനത്തെ 2-3 ദിവസങ്ങൾ ശ്രദ്ധിക്കുക, ചിലവ് ചുരുക്കാൻ ശ്രമിക്കുക, കഴിയുന്നത്ര ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ അർഹതയുള്ളവർക്ക് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 18, 19 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്.